എന്റെ കൂടെയുള്ളത് ഒരു ത്രയമാണ്, ചിത്രകാരന്മാരുടെ ത്രയം. അമ്പിളി, ഹരിഹരൻ, ദിലീപ്. ഈ 3 പേർക്കും പല പ്രത്യേകതകളുമുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അവർ 3 പേരും ചേർന്ന് ബാംഗ്ലൂരിൽ ഒരു ചിത്രകലാ എക്സിബിഷൻ തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ വിശേഷങ്ങളാണ്, ഇവർ ഒന്നിച്ചതിന്റെ കാരണങ്ങളെ പറ്റിയൊക്കെയാണ് ഇവർ നമ്മോട് പറയുക. ആദ്യം അമ്പിളി, എങ്ങനെയാണ് നിങ്ങൾ 3 പേരും ഒന്നിച്ചത്? എങ്ങനെയാണ് ഞങ്ങള് 3 പേരും ഒന്നിച്ചത്? ഒരു 3 വർഷം മുമ്പാണ്. മ്യൂറൽസ് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ചുമർ ചിത്രകല. അത് ഞാൻ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ ചെന്നപ്പോഴാണ് ഇവർ 2 പേരും കൂടി ജോയിൻ ചെയ്തുള്ള എക്സിബിഷൻ കാണുന്നത്. അപ്പൊ അന്ന് ഇവരോട് കുറെ സംസാരിച്ചു. ആക്ച്വലി എനിക്കും ഗ്ലാസ്സിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്ന് ഞാൻ ആലോചിക്കുന്ന സമയമായിരുന്നു അന്നേരം. അപ്പൊ മനസ്സിൽ വന്നു കുറെ ഐഡിയാസ്. ഞാൻ ഇവരുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഇവരും കുറെ എൻകറേജ് ചെയ്തു. അങ്ങനെ പല പ്രാവശ്യം കണ്ടു, സംസാരിച്ചു. അങ്ങനെയാണ് പിന്നെ 3 പേരും കൂടി ചെയ്യാം എന്നൊരു ആലോചന വന്നത്. ഒന്നിപ്പിക്കുന്നത് എന്താ? തുടക്കത്തിൽ തന്നെ ഇവരുടെ പുതിയൊരു ഗ്ലാസിന്റെ മുകളിൽ മ്യൂറൽ ചെയ്യണമെന്നൊരു ആഗ്രഹം നമ്മുടെ എക്സിബിഷൻ കാണുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ അതിന്റെ ഓരോ സംശയങ്ങൾ വരുമ്പോഴും അതിന്റെ രീതികൾ, മ്യൂറലിന്റെ ഓരോ പുതിയ രീതികളും അതെങ്ങനെ ചെയ്യുന്നത് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മളും ശരിക്കും ഗ്ലാസ് പെയിന്റിങ്ങിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നതും ഇവിടുന്നാണ്. അമ്പിളീച്ചിന്റെ വർക്കുകൾ കാണുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ ഗ്ലാസ് പെയിന്റിനെ കുറിച്ച് കൂടുതൽ അതിന് ഇത്രത്തോളം സാധാരണ കാണുന്നത് ഈ ഫ്ലവേഴ്സും കുറെ ട്രേസ് ചെയ്യുന്ന ഡിസൈൻസ് മാത്രമേ നമ്മൾ സാധാരണ കാണാറുള്ളൂ ഗ്ലാസ് പെയിന്റിംഗ് എന്ന് പറഞ്ഞ ആൾക്കാരെ. അതിന് വ്യത്യസ്തമായിട്ട് ഗ്ലാസിനോട് എന്തൊക്കെ ചെയ്യാം, ഗ്ലാസിന്റെ പലതരത്തിലുള്ള ഗ്ലാസിനെ കുറിച്ചും അതിന് കളേഴ്സിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്നത് വർക്കുകൾ കണ്ടിട്ടാണ്. നിങ്ങൾ രണ്ടിലുള്ള കോമ്പിനേഷൻ എങ്ങനെയാണ്? ഞങ്ങളിപ്പം ഒരുമിച്ച് പഠിച്ചതാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിൽ 5 വർഷത്തെ ചുമർ ചിത്ര പഠനം 2005 പൂർത്തിയാക്കി. ഇതെങ്ങനെ കൂടുതൽ ലളിതവൽക്കരിക്കാം, അതായത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ചിന്തയുടെ ഫലമായിട്ടാണ് ഞങ്ങൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു തൃശ്ശൂർ വരെ എത്തി. ഞങ്ങൾ 7ഓളം എക്സിബിഷനുകൾ ചെയ്തു. അമ്പിളിയേച്ചിയുടെ എക്സിബിഷൻ കണ്ടപ്പോഴാണ് ഇതിന് കുറെ സാധ്യതകൾ, ചുമർ ചിത്രത്തിൽ അതിലേക്ക് മാറ്റി വരക്കപ്പെടാനും അങ്ങനെയൊക്കെയുള്ള കുറെ സാധ്യതകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ആദ്യം എക്സിബിഷൻ ചെയ്യുമ്പോഴും ത്രയം തന്നെയായിരുന്നു. അത് വളരെ യാദൃശ്ചികമായിട്ട് ഇവിടെയും ഒരു ത്രയമായിട്ട് വീണ്ടും ബാംഗ്ലൂരിൽ ചെയ്യാണ് ഒരുമിച്ച്. അപ്പം ദിലീപ് പറഞ്ഞ പോലെ ദിലീപും ഹരിയും ചുമർ ചിത്രകലയിലാണ് വളരെ പ്രാവീണ്യം നേടിയിരിക്കുന്നത്. എന്നാൽ അമ്പിളി ഗ്ലാസ് പെയിന്റിങ്ങിലാണ്. ഇപ്പോൾ അത് രണ്ടും സമന്വയിപ്പിച്ചിട്ടുള്ള ഗ്ലാസ് പെയിന്റിങ്ങിൽ ഒരു എത്രത്തോളം മ്യൂറൽ പെയിന്റിങ്ങിനെ എത്രത്തോളം സമന്വയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു എക്സിബിഷനാണ് ഒരു പക്ഷേ ബാംഗ്ലൂർ നടക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഗ്ലാസ് പെയിന്റിങ്ങിന്റെ ഇപ്പോൾ ദിലീപും ഹരിയൊക്കെ പറഞ്ഞ പോലെ ഗ്ലാസ് പെയിന്റിങ്ങിലെ പുതിയ സാധ്യതകൾ എങ്ങനെയാണ്? കുറെ പരീക്ഷണങ്ങളിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മൾ ഗ്ലാസിന്റെ അടിയിൽ LED ഒക്കെ ഫിറ്റ് ചെയ്ത് ഇപ്പൊ ഒരു വലിയ ഹോളില് ഒരു LED ബാക്ക് ലൈറ്റ് ചെയ്ത ഒരു മ്യൂറൽ വെച്ചാൽ അതിന് പ്രത്യേക എഫക്റ്റ് ആണ്. എപ്പോഴും ഗ്ലാസ് ട്രാൻസ്പെറന്റ് ആണ്, ഞാൻ ഉപയോഗിക്കുന്ന പെയിന്റും ട്രാൻസ്പെറന്റ് ആണ്. അപ്പോൾ ഓഫ്കോഴ്സ് അതിനകത്ത് ലൈറ്റ് ട്രാൻസ്പെറന്റ് ആയിട്ട് അത് വല്ലാത്തൊരു മൂഡാണ്. അത് ആ ഒരു എഫക്റ്റ് വരും. പിന്നെ ഇതുപോലെ ഞങ്ങൾ കുറെ ഫ്രെയിംസ്, പലതരത്തിലുള്ള ഫ്രെയിംസുകളും പലതും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പല ഗ്ലാസ് പല ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. മ്യൂറൽ എങ്ങനെ പരമ്പരാഗതമായ രീതി തന്നെയാണോ ഇപ്പോൾ അവലംബിക്കുന്നത്? പഠിക്കുന്ന സമയത്തൊക്കെ പാരമ്പര്യ രീതിയിലുള്ള ചിത്രങ്ങളാണ് കൂടുതൽ നമ്മൾ വരച്ച് പഠിച്ചിരിക്കുന്നത്. അതുപോലെ പല അമ്പലങ്ങളിലും കൊട്ടാരങ്ങളിലും പോയി പെയിന്റിങ്സ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ അത് ശരിക്കും പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ശൈലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ നമ്മൾ 2 രീതി ചെയ്യുന്നുണ്ട്. കൂടെ ഇപ്പോൾ ക്രിയേറ്റീവായ സബ്ജക്റ്റുകൾ, അതായത് കേരളീയ കൾച്ചർ ബന്ധപ്പെട്ട കലകൾ, തെയ്യം, വള്ളംകളി, അതുപോലെ കഥകളി, മോഹിനിയാട്ടം, ദഫ്മുട്ട്, മാർഗംകളിയൊക്കെ മ്യൂറൽ പെയിന്റിങ്ങിൽ ചെയ്യുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളായിരിക്കും കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാ മതമൈത്രിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതന്നെ എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുക. അവരുടേതായ രീതി പുലിക്കളിയൊക്കെ ഉണ്ട്. അപ്പോൾ തൃശ്ശൂരിന്റെ കൾച്ചർ പുലിക്കളി, ഓണം, അതൊക്കെ മ്യൂറലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പലതരം കളറുകളും നമ്മൾ കൂടുതൽ 5 തരം കളറുകൾ ഉപയോഗിക്കാറ്. സാധാരണ കൂടുതൽ നമ്മൾ പുതിയ തരം കളറുകൾ പോയി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഒരു വർക്ക് 2 പേരും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വർക്ക് ഒരാൾ ചെയ്യുന്നു, മറ്റൊരു വർക്ക് വേറെ ആൾ ചെയ്യുന്നു, അങ്ങനെയാണോ ചെയ്യുന്നത്? 2 പേരും ഒരുമിച്ച് ചെയ്യുന്ന വർക്കുണ്ട്, 2 പേരും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കുകളുണ്ട്. ഇത് അങ്ങനെ ഒരു സംശയം, എങ്ങനെ 2 പേരെ 2 ചിത്രകാരൻ ശൈലി എന്നൊരു സ്വാഭാവികമായ സംശയമാണ്. എങ്ങനെ ചെയ്യുന്നു? നമ്മൾ കഥകളി ഒക്കെ അവതരിപ്പിക്കും പോലെ ഏത് കലാകാരനെ ഏത് കഥയും ഏത് വേദിയിലും എപ്പോൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാലും പല ആൾക്കാർ വന്ന് യോജിക്കുന്ന പോലെയാണ്. ഇതിനൊരു പാറ്റേൺ ഉണ്ട്, ഒരു സ്റ്റൈലുണ്ട്. ചുമർ ചിത്രം എന്ന് പറയുന്ന ഓർണമെന്റ്സ്, കളറിന്റെ സ്വഭാവങ്ങൾ, ധ്യാന ശ്ലോകത്തിന് ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന രീതി, ഇതൊക്കെ ഏകദേശം ഒരുപോലെയാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 10 വർഷം പഠിച്ചതും ഒരുമിച്ചാണ്, ഇപ്പൊ വർക്ക് ചെയ്യുന്നതും ഒരുമിച്ചാണ്. അതായത് എന്റേതായ കഴിവുകളും ഹരിഹറിന്റേതായ കഴിവുകളും രണ്ടുപേരുടെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ഈ ശൈലിയിൽ പ്രശ്നമല്ല, ഒരു ചിത്രത്തിന് രണ്ട് ശൈലി അവലംബിക്കുമ്പോൾ അവര് ചെയ്യുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുക. എന്ത് ചെയ്യണം എന്ന് മുൻകൂട്ടിയുള്ള ഒരു കളർ പാറ്റേൺ അല്ല സ്റ്റൈലിന്റെ രീതി. അപ്പൊ അതിനൊരു പെർഫെക്ഷൻ ഉണ്ട്. ഇപ്പം അമ്പിളി ഇപ്പം ഒരു ഗ്ലാസ് പെയിന്റിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പുറകെ കാണുന്നപ്പോൾ പുതിയൊരു പരീക്ഷണം, അതിനൊക്കെ ഇത്ര ഒരുപാട് സമയമെടുക്കും. എങ്ങനെയാണ് ഇത്രത്തോളം സമയമെടുക്കും ഇത്ര ഒരു വർക്ക് തീർക്കുന്നതിന് വേണ്ടിയിട്ട്? ഞാൻ ഒരു വീട്ടമ്മയാണ്. എൻ്റെ ഹസ്ബൻഡ് 2 മക്കള്. അവരെ 2 മക്കൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്, 6 വയസ്സും 4 വയസ്സും. ഞാൻ അവരെ വെച്ചിട്ട് ചെയ്യുന്ന വർക്കാകുമ്പോൾ സാധാരണ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എനിക്കത് പറയാൻ പറ്റില്ല. വീട്ടമ്മയാണെന്ന് ഒഴിച്ചു നിർത്തിയാൽ തന്നെ അത് പൂർത്തിയാക്കാൻ ഒരു ആവറേജ് എത്ര സമയമെടുക്കും? വലിയ മ്യൂറലൊക്കെ എങ്ങനെ വന്നാലും 3 ആഴ്ച എടുക്കും. ഫുൾ നമ്മൾ ആ കസ്റ്റമറിന് സാധനം എത്തിച്ചു കൊടുക്കുന്നത് വരെയുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ 3 ആഴ്ച എന്തായാലും എടുക്കും. ഞാൻ ത്രൂ ഔട്ട് അതിൽ വർക്ക് ചെയ്താൽ മാത്രം. എങ്ങനെയാണ് ഈ മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഒരു വ്യാപാര സാധ്യത? അപ്പോൾ കൂടുതൽ വീടുകൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി ഓഫീസുകൾ, റിസോർട്ടുകൾ, അതുകൂടാതെ തന്നെ കുറേ പല വിദേശികളും നല്ല താല്പര്യമുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ നമ്മുടെ പെയിന്റിങ്സ് വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. പുറത്തേക്ക് പെയിന്റിങ്സ് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡ് വെച്ചിട്ട് ഇപ്പം കൂടുതലും മ്യൂറൽ പെയിന്റിങ്ങിനാണ് കൂടുതൽ ആൾക്കാർ പ്രാധാന്യം കൊടുക്കുന്നത്. ഓർഡർ അല്ലാതെ നമ്മൾ നമ്മുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്പാർക്കിംഗ് ആണ്. ഇപ്പം ബാബുൽ ഗായിക എന്ന് പറഞ്ഞ പെയിന്റിങ്, പ്രണയ സൗഗന്ധികം എന്ന് പറഞ്ഞ പെയിന്റിങ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള ചില അനുഭവങ്ങളാണ്. ഇപ്പൊ പ്രണയത്തിന് ബേസ് ചെയ്തിട്ടാണ് പ്രണയ സൗഗന്ധികം ഉണ്ടാകുന്നത്. ബാബുൽ ഗായിക അതുപോലെ. എന്താ പ്രണയത്തിലെ അനുഭവം? പ്രണയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതല്ല, പ്രണയം വളരെ മനോഹരമായിട്ടുള്ള അനുഭവം. എന്റെ എല്ലാ പെയിന്റിങ്സിനും ആ ഒരു പ്രചോദനമുണ്ട്. അപ്പൊ നമ്മളൊരു പെയിന്റിങ് ഉണ്ടാവുന്നത്, അല്ല ഒരു ചിത്രം കണ്ടാൽ നല്ല അനുഭവം തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അതെ. കാരണം അത് വളരെ ഇൻസ്പിറേഷൻ ഉള്ള ഒരു ഇതാണ്. ഈ സാരിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതെ, ഈ സാരി ദിലീപ് വർക്ക് ചെയ്തതാണ്, മ്യൂറൽ സാരീസ്. ഇപ്പം എനിക്ക് തോന്നുന്നു അവര് കുറെ അധികം സാരീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ടൈപ്പാണിത്. സാധാരണ കേരള സാരീസിലാണ് ഇവര് അധികം വർക്ക് ചെയ്യുന്നത്. ഇത് സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്യുന്നതാണോ ഈ സാരികളുടെ ഈ ഡിസൈനൊക്കെ? അതെ, സ്വന്തം. ഇപ്പൊ വളരെ ട്രെൻഡഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ക്ലോത്തില് വർക്ക് ചെയ്യുക. അപ്പൊ ഈ എക്സിബിഷൻ ഒരു പ്രധാന ഐറ്റം ആയിട്ട് ഞങ്ങൾ ഇതൊരു സാരി അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പൊ ഇവരെ കൂടെ കിട്ടിയതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു മെച്ചമുണ്ടല്ലേ? എനിക്കൊരു സാരി ഉടുക്കാൻ പറ്റി തരുമോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു പിരിമുറുക്കുണ്ടോ? നമ്മുടെ പെയിന്റിങ്സ് നമ്മുടെ ഭാഗം ഓക്കെയാണ്. ബാക്കിയുള്ളവർ അവിടുത്തെ നമ്മുടെ മീഡിയാസിന്റെ സപ്പോർട്ടും മറ്റാൾക്കാരുടെ സഹകരണം പോലെയൊക്കെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സ്ഥിരം വ്യൂവേഴ്സ് ഉള്ള ഗാലറിയാണ്. പിന്നെ നമ്മൾ നല്ലൊരു ബേസ് ഓൾറെഡി ഉണ്ടാക്കിയെടുത്തു അവിടെ. അപ്പൊ എനിക്ക് തോന്നുന്നത് അതൊരു സക്സസ് ആവും എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോ എക്സിബിഷൻ ചെയ്യുമ്പോഴും എങ്ങനെ എടുക്കും എന്നുള്ള ഒരു പേടിയാണ്. പുതിയ പുതിയ സബ്ജക്റ്റുകൾ വെക്കണമല്ലോ എപ്പോഴും. നിരന്തരം എക്സിബിഷനുകളും പ്രദർശനങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ പോലുള്ള നഗരം എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഒരു പേടിയുണ്ട് നമ്മളെ എത്രമാത്രം എങ്ങനെയുണ്ടാവും. പക്ഷെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ഞങ്ങൾ പോയിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടിയ പ്രതികരണം എന്ന് വെച്ചാൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നുള്ള അതൊരു ബലം, ശരിക്കും ഒരു പ്രചോദനമായിട്ടുണ്ട്. മൂന്നാക്കും എക്സിബിഷൻ നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. അമ്പിളി നല്ലൊരു പാട്ടുകാരി കൂടിയാണ്. പാട്ടാണോ നല്ലത്, ചിത്രമാണോ നല്ലത് നമുക്ക് പിന്നീട് അറിയാം. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ, കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ कि जैसे तुझको बनाया गया है मेरे लिए. അപ്പോൾ പാട്ടാണോ ചിത്രമാണോ നന്നായതെന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക. ഏതായാലും 3 പേരുടെയും എക്സിബിഷൻ വരുന്ന 17-ാം തീയതി ബാംഗ്ലൂരിലെ ആർട്ട് ഗാലറിയിൽ നടക്കുകയാണ്. നമുക്ക് എല്ലാവിധ